എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തങ്ങള് സയ്യിദ് മുത്തന്നൂർ തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കടലുണ്ടി തങ്ങള്, അതുപോലെ പിന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. പ്രസംഗത്തിന് നിശ്ചയിച്ചിരുന്നത് എന്നെയാണ്. ഞാനും അദ്ദേഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പേരിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി എന്നോണം ഞാൻ ആ പരിപാടിയുടെ ആ കല്യാണം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ തൃപ്പനച്ചിയിൽ അന്ന് വയലും കൊടുത്തിരുന്നു. വയലിനും പോകാം. വയലിന് ഡേറ്റ് ചോദിച്ചപ്പോൾ അന്നൊരു ഡേറ്റ് കൊടുത്തു. 12-ാം തീയതി ഏപ്രിൽ 12-ൻ്റെ കഥയാണ്. പക്ഷേ ഈ വെക്കേഷൻ ടൈമിൽ ട്രെയിനിൻ്റെ ആ ഒരു പിന്നെ ടിക്കറ്റിൻ്റെ വിഷയത്തിൽ പോകാൻ കൺഫേം ആകാത്തതിൻ്റെ പേരിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. അന്ന് രാത്രിയിൽ 12 മണി മുതൽ 1 മണി വരെ മുത്തന്നൂർ തങ്ങളുടെ അടുക്കൽ പിന്നെ ഇരുന്ന് ചെലവഴിച്ചു. ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പാണക്കാട് ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളും ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. സയ്യിദുമാർ അവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ കൈപിടിച്ച് മുത്തും. എൻ്റെ അഭിവന്ദ്യനായ ഗുരുനാഥൻ എന്നെ ഞാനാക്കി മാറ്റിയ ഷെയ്ഖുൽ ഹദീസ് കുളപ്പുറം ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ 12 ഭാഷയിൽ വായിക്കാനും എഴുതാനുമല്ല, 12 ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള ചെറിയ 50 കിലോ ഭാരമുണ്ടായിരുന്ന അറബിക്കടലിൻ്റെ അളവോളം വിശാലമായ വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ആഴക്കടലായിരുന്ന ബഹുമാനപ്പെട്ടവർ, ഒരു കൊച്ചുകുട്ടി 6 മാസം പ്രായമാണ്, സയ്യിദാണെന്ന് കണ്ടാൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ കൈപിടിച്ച് മുത്തുമായിരുന്നു. ഇതൊക്കെ എഴുന്നേറ്റ് നിൽക്കലും കൈപിടിച്ച് മുത്തലോ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാളമാണ്. ഇതെന്ത് ദീന? അവരുടെ കൈപിടിച്ച് മുത്തുന്ന എന്തിനാ അവരെ കാണുമ്പോൾ എഴുന്നേക്കുന്നത്? നബിയും സഹാബത്തും ഇരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മദീനയുടെ നേതാവാണ്. അദ്ദേഹം കയറി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഖൂമു ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് ഒരു എഴുന്നേറ്റ് കൊടുക്കാൻ. അവിടെ ഒരു നേതാവ് ഇരിപ്പുണ്ട്, ഞാനാണ് നേതാവ്, നിങ്ങളവിടെ ഇരിക്കടാ എന്നല്ല. ഖൂമു ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് ഒരു എഴുന്നേറ്റ് കൊടുക്കുക. മുസ്തഫ നബി എഴുന്നേറ്റോ ഇല്ല എന്ന് ഹദീസുകളിലില്ല. പക്ഷെ സഹാബത്ത് എല്ലാം എല്ലാവരും എഴുന്നേറ്റു. പിന്നെ ആരുടെങ്കിലും ദുആരക്കാൻ പറയും, നിനക്ക് ദുആരക്കാൻ അറിഞ്ഞൂടെ? പുതിയ ഓൺലൈൻ മുഫ്തിമാർ കൂടിയപ്പോൾ ഉള്ള പ്രശ്നമാണ് ഇതൊക്കെ. ഉംറയ്ക്ക് പോകുന്നൊരു മനുഷ്യൻ, ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്, ലാ തൻസാനി ഫീ ദുആയിക്, ലാ തൻസാനി മിൻ ദുആയിക്, നിന്റെ ദുആയിൽ എന്നെ മറന്നു പോകരുത് എന്ന് ഉംറയ്ക്ക് പോകുന്ന ആളിനോട് പറയാൻ. ആരാ ഉംറയ്ക്ക് പോയത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ദുആരക്കാൻ പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതിനപ്പുറം ഇനി എന്ത് തെളിവാ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ബഹുമാനവും ആദരവും ഒക്കെ അല്ലാഹു തആല ഹൃദയത്തിൽ തഖ്വയും ഈമാനും ഒക്കെ കൊടുത്തിരിക്കുന്നവർക്ക് മാത്രമല്ല കൊടുക്കുന്നൊരു ഭാഗ്യമാണ്. ഇത് നിലനിർത്തി കാണണം, ഇത് നിലനിന്ന് കാണണം. പള്ളിയിലെ അച്ഛന് എലക്ഷനോ അല്ലാതെയോ ഒരു പൊതുവിഷയം വരുമ്പോൾ സെമിനാരിയിലോ അല്ലെങ്കിൽ അവരുടെ പള്ളിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ സഭ ഒന്നടങ്കം അംഗീകരിക്കും. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് വെള്ളിയാഴ്ച വല്ലതും പറഞ്ഞാൽ അടക്കും അവനെ ജനങ്ങൾ. ആദരവ് എന്നാൽ ഇത്രയും ആദരവുള്ളൊരു സമൂഹം മുസ്ലിമീങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? എനിക്കിപ്പോൾ 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഞാൻ ഒരു പള്ളിയിലെ ഇമാമാണെങ്കിൽ 1,00,000 രൂപ ശമ്പളമല്ല പെൻഷൻ കിട്ടുന്നത് പ്രസിഡൻ്റാണെന്നിരിക്കട്ടെ, അയാളാണ് ശമ്പളം തരുന്നത് എനിക്ക്. പക്ഷെ ഞാൻ റുക്കൂ ചെയ്ത് തല പൊക്കിയാലേ അയാൾക്ക് പൊക്കാൻ പറ്റൂ. ഞാൻ വിചാരിക്കണം അയാൾ എപ്പോൾ കുനിയണം എപ്പോൾ പൊങ്ങണോ. ഇത്രയും വലിയൊരു ആദരവ് ലോകത്ത് മുസ്ലിമിനല്ലാതെ പടച്ച തമ്പുരാൻ ആർക്കും വെച്ചിട്ടില്ല. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് നിലനിന്ന് പോയാൽ മാത്രമേ നമുക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. ഈ നാട്ടിലുള്ള സർവ്വ ആളുകളുടെയും ഉസ്താദാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നെ സയ്യിദ് വരുന്നു, സയ്യിദ് വന്നപ്പോൾ നമ്മൾ എഴുന്നേറ്റു. ഇതൊക്കെ ഒരു അതിൽ വേറെ ഒന്നും നോക്കണ്ട, അതൊന്നും നോക്കണ്ട, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാലിമീങ്ങളുണ്ട്, മുഖത്തസ്രീങ്ങളുണ്ട്, സാബിഖീങ്ങളുണ്ട്. രക്ഷപ്പെട്ട് പമ്പരം പോലെ പറന്നുപോയവരുണ്ട് സാബിഖീങ്ങൾ ഖുർആൻ കൊണ്ട്. തഴവാ ഉസ്താദിനെ പറ്റി പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ.
അത് പറഞ്ഞ് അത് ദുആ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാനാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു വിശാലാക്കി കൊടുക്കും. അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് മൂപ്പര് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം ഒരു പഴമോ ബിസ്ക്കറ്റോ കഴിച്ചിട്ടേ വെള്ളം കുടിക്കൂ. എന്താന്ന് ചോദിച്ചോ, പറഞ്ഞു അത്രേ കുലു വഷ്റബു. ഖുർആൻ പറഞ്ഞത് അങ്ങനെ, തിന്നോളിയും കുടിച്ചോളിയും. അതുകൊണ്ട് തിന്നാതെ ഞാൻ കുടിക്കൂല. കാര്യം ഖുർആന്റെ ഒരു ശൈലിയാണ്. 0.0% പോലും ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ ഓടിപ്പോയവരാണ്. സാബിഖ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓട്ടമാണ്. അവർക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട കാര്യമില്ല. മുഖത്തസദീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നിൽ വേച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് മുക്കി മൂളിയൊക്കെ അങ്ങ് പോകും. പിന്നെ മൂന്നാമതൊരു കൂട്ടമുണ്ട് ലാലിമീങ്ങൾ. അവരെ അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ പറഞ്ഞ അത് റസൂല് പറഞ്ഞത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു അവർക്ക് മഗ്ഫൂറുൻ ലഹു, അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കാൻ. ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ 3 തർത്തീബ്, ഖുർആന്റെ തർത്തീബ് ഉണ്ടല്ലോ. ഖുർആനെ പറ്റി പഠിക്കാൻ തന്നാൽ നമ്മൾ വേറെ അത് തന്നെ ഒരു ലഹരിയായി. ഏറ്റവും വലിയ MDMA ആയി ഖുർആൻ മാറ്റണം. ചില ആളുകൾ പറഞ്ഞു ഉസ്താദ് MAക്ക് മോൻ പഠിക്കുന്നു, BAക്ക് പഠിക്കുന്നു, അവൻ MBBS പഠിക്കുന്നു. ഞാൻ പറഞ്ഞു ഏതിനോ പഠിപ്പിച്ചോളൂ, MDMAക്ക് മാത്രം പഠിപ്പിക്കരുത്. MDMA ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനെ പഠിക്കാൻ നിന്നാലുണ്ടല്ലോ ഒരു ആയത്തുണ്ട്. എന്താ? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹി ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. ഖുർആന്റെ തർത്തീബ് അങ്ങനെയാണ്. ഇവിടെ സമ്പത്ത് പൂഴ്ത്തി വെച്ചിട്ട് ചെലവ് ചെയ്യാത്ത മനുഷ്യരെ അല്ലാഹു തആല അവന്റെ പണവും അവന്റെ പണ്ടവും അവന്റെ പിന്നെ കുടുംബസ്വത്തും ഭൂസ്വത്തും അക്കൗണ്ടും റബ്ബർ എസ്റ്റേറ്റും അവന്റെ ഏത് ഫാക്ടറിയും എല്ലാം കൂടി അല്ലാഹു തആല ഒരു പരുവത്തിലാക്കിയിട്ട് അതിനെ എന്ത് ചെയ്യും? അല്ലാഹു നരകത്തിൽ വെച്ച്, ഖുർആനാണ്, ഹദീസാണെങ്കിൽ ചോദിക്കാം ബുഖാരിയാണോ മുസ്ലിമാണോ എന്ന്, ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ. വിശുദ്ധ ഖുർആൻ പറയാണ്, തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് ആദ്യം അവന്റെ നെറ്റിയിൽ കൊണ്ടുവച്ച് കൊടുക്കും, രണ്ടാമത് 2 തോളത്ത് വെക്കും, മൂന്നാമത് അവന്റെ മുതുകത്ത് വെക്കുമെന്ന് ഖുർആൻ. തഫ്സീറുകളിൽ കാണാം. ഈ തർത്തീബ് എന്തിനാ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? വെറുതെ അള്ളാഹ് പറഞ്ഞതല്ല. ഒരാൾ എന്തെങ്കിലും ചോദിക്കും ആദ്യം നെറ്റി ചുളിക്കും, ആദ്യം അവിടെ തന്നെ ഇരിക്കട്ടെ. രണ്ടാമത് ഒരു തിരിയൊക്കെ വേണം. ആരെങ്കിലും വല്ല ചോദിച്ചാൽ ഒരു വെട്ടിത്തിരിയൽ, അതുകൊണ്ട് ആ ഭാഗത്ത് ഇരിക്കട്ടെ. മൂന്നാമത് അവന്റെ മുമ്പിൽ നിന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞൊരു നടത്തമുണ്ട്, അതുകൊണ്ട് മുതുകത്ത് ഇരിക്കട്ടെ. അതാണ് അള്ളാഹിന്റെ തർത്തീബ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. ഖുർആൻ പറയുന്നുണ്ട് കേൾവി, കാഴ്ച, ചിന്ത. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആദ്യം കേൾക്കുക ചെയ്തത്, ചാടി മുറ്റത്തിറങ്ങിയപ്പോൾ വണ്ടി ആക്സിഡന്റാന്ന് കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ശബ്ദമാണ് കേട്ടത്. ഇന്ന സമഅ ആദ്യം കേട്ടു, വൽ ബസറ പിന്നെ കണ്ടു, വൽ ഫുആദ പിന്നെ ചിന്തിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാൻ നിന്നാൽ ഇത്രയും രസകരമായത് മറ്റൊന്നുമില്ല. അത് പഠിക്കാനാണ് റിഫഅത്തുൽ ഇസ്ലാം മദ്രസ ഉണ്ടായത്. അതിനാണ് ഇവിടെ നവീകരിച്ച ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാദാത്യങ്ങൾ നിർവഹിച്ചത്. അവിടേക്ക് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ 5 വയസ്സെത്തി വകതിരിവെത്തുന്ന മക്കളെ പറഞ്ഞു വിടണമെന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ജീവന്റെയും നമ്മുടെ സിംഹഭാഗവും നമ്മൾ മാറ്റിവെക്കേണ്ടത്. ആ ഖുർആൻ പഠിക്കുന്ന പഠന കേന്ദ്രങ്ങളാണ് ജനങ്ങൾക്ക് ഇന്ന് പേടിയായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഉത്തർപ്രദേശിൽ JCBയുടെ മുകളിൽ ഇരിക്കുന്നത് പേടിച്ചിട്ട്. കാരണം എന്താണ്? ആ ഖുർആൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആയുധമേന്തിയിട്ടല്ലേ മദ്രസയിൽ വരുന്നത്. ഈ ആയുധമാണ് അവർക്ക് പേടി. ഏതായുധമാണ് ഏന്തി വരുന്നത്? ഏതായുധമാണ് രാവിലെ മദ്രസയിൽ പിൻസോമന മക്കള് അവർ കൊണ്ടുവരുന്ന ആയുധം? അത് ഖുർആൻ ആദ്യം പരിചയപ്പെടുത്തിയ ആയുധമാണ്. ആ ആയുധമാണ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന. കരവാള് വിറ്റൊരു പൊൻവീണയെ വാങ്ങി ഞാനെന്നൊരു മലയാളത്തിൽ കവി പറയുന്നുണ്ട്. ഏറ്റവും വലിയ വിപ്ലവകരമായ, ഏറ്റവും വലിയ മുറിവിന്, ഏറ്റവും വലിയ വെട്ടിന് പറ്റിയ ആയുധം അത് പേനയാണ്. അതുകൊണ്ടാണ് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അംത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, നിങ്ങൾ ഭ്രാന്തരല്ല, അവരെന്തോ കുത്തിക്കുറിച്ചോട്ടെ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. പേന അത് കുത്തിക്കുറിക്കുന്ന വാചകങ്ങളെ തന്നെയാണ് സത്യം, നിങ്ങൾ ഭ്രാന്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നബി ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലം
എൻ്റെ പ്രിയപ്പെട്ട പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിനെ ഒന്നുകിൽ ആദ്യമേ മുൻകടന്നു പോയ ആളുകളുണ്ട്, ഇല്ലെങ്കിൽ രണ്ടാം തരക്കാരുണ്ട്, മൂന്നാമതൊരു വിഭാഗമുണ്ട്. ഇതിൽ ഏതിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്ന് ആലോചിക്കാം. ഏതാണ് അടയാളമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഏത് വിഭാഗത്തിലാണ് പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തെ ഖുർആനെ പരിചയപ്പെടുത്തിയത് എന്താണെന്നറിയോ? അല്ലാഹ് പറയുന്നു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവർ ളാലിമീങ്ങളാണ്, സ്വന്തത്തോട് ദുൽമ കാണിച്ചവരാണ്, അവർ അക്രമകാരികളാണ്, അവർ സ്വന്തം ശരീരത്തോട് ദുൽമ കാണിച്ചവരാണ്, അവർ അല്ലാഹുവിനോട് അക്രമം കാണിച്ചവരാണ്. ആക്രമം കാണിച്ചവരാണ് ഒന്നാമത്തെ വിഭാഗ ഖുർആനിന്റെ വാഹകര്. അവരുടെ അടയാളം എന്തെന്നറിയോ? മുഫസ്സിരീങ്ങൾ ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ അടയാളം മാത്രം മതി നമുക്ക് മനസ്സിലാക്കാം. ഏതാണ് അടയാളം എന്നറിയോ? ലാലിമീങ്ങളുടെ അടയാളം ഏതാണ്? ആ അടയാളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ലാലിമീങ്ങളെന്ന ഒന്നാമത്തെ വിഭാഗത്തിലാണ്. എന്താ അടയാളം? അള്ളാഹു നിർബന്ധമാക്കിയതിൽ ചിലതൊക്കെ നമ്മൾ ചെയ്യും. എല്ലാം ചെയ്യില്ല, ചിലതൊക്കെ നമ്മൾ ചെയ്യും. നിസ്കരിക്കും, അത് ഒഴിച്ചുവിടാൻ പറ്റില്ല. നോമ്പും പിടിക്കും, പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന പരിപാടി നമ്മളെ കൊണ്ട് പറ്റൂല. സക്കാത്തും കൊടുക്കാം, പൈസയൊക്കെ ഉണ്ട്, 2.5% പാവപ്പെട്ടവന് കൊടുക്കാമല്ലോ, കൊടുക്കാം. നിസ്കരിക്കുകയും ചെയ്യാം, പക്ഷെ പട്ടിണി അടക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ചിലര് പട്ടിണിയും കിടക്കും, സക്കാത്തും കൊടുക്കും, പക്ഷേ 5 നേരം ഈ പെട്ടെന്ന് ബാങ്ക് വിളിച്ചിട്ട് കയറി നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇങ്ങനെ പടച്ചോ നിർബന്ധമാക്കിയതിൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തിട്ട് ചെയ്യും, ബാക്കിയുള്ളത് ഉപേക്ഷിക്കുന്നവരാണ് ലാലിമീങ്ങൾ. ഇനി അല്ലാഹ് നിഷിദ്ധമാക്കിയതിലോ, നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ സഹോദരങ്ങളെ, അല്ലാഹു ഹറാമാക്കിയതിൽ ചിലതെല്ലാം അവന് ചെയ്യുന്നവനാണ്. ഈ വിഭാഗം പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അവനവനോട് ചോദിച്ചു നോക്കുക, ഞാനിതിലല്ലേ? അല്ലാഹ് നിർബന്ധമാക്കിയതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലാഹു ഹറാമാക്കിയതെല്ലാം എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ? സഹോദരാ, നിന്റെ പേരാണ് ഖുർആൻ പറഞ്ഞ ലാലിമ്. നീയാണ് ഖുർആനിന്റെ അവകാശികളിൽ ഒന്നാമത്തെ കാറ്റഗറി. മിൻഹും ളാലിമുൻ ലിനഫ്സിഹി. നിന്നെ പറ്റിയാണ് ഉമർ തങ്ങൾ മിമ്പറിൽ നിന്ന് പറഞ്ഞത്, മഗ്ഫൂറുൻ ലഹു, പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹു നിനക്ക് മാപ്പ് തരുന്നതാണ്. സഹോദരങ്ങളെ, നിർബന്ധമായ അമലുകൾ പലതും നമ്മൾ ഉപേക്ഷിച്ചു പോകാറുണ്ട്, ഹറാമാക്കിയതിൽ പലതും നമ്മൾ ചെയ്തു പോകാറുണ്ട്. ചിലതൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആയിഷയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൃദ്ധനായ മനുഷ്യനാണ്, കണ്ണിന്റെ പോള പോലും, കണ്ണിന്റെ പീരി പോലും നരച്ചവനാണ്, പുരികം പോലും നരച്ചവനാണ്, ദാടിരോമങ്ങളെല്ലാം നരബാധിച്ചവനാണ്. പ്രായാധിക്യം ചെന്ന ആയിഷ മക്കയിൽ നിന്ന് ഒട്ടകക്കട്ടിൽ കയറി കിടക്കുന്നു. ഒട്ടകത്തെ തെളിച്ച് പരിചാരകര് കൊണ്ടുപോകുന്നു. അയാളുടെ ഒരു സതീർത്ഥ്യനെ, ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കാണുന്നു. അയാൾ ചോദിക്കുന്നു, ആയിഷ എങ്ങോട്ടാ? അയാൾ പറഞ്ഞു, മദീന വരെ പോവുകയാണ്. എന്താ മദീനയിൽ പ്രത്യേകിച്ച്? എനിക്ക് മുഹമ്മദിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ മുഹമ്മദിനെ കാണുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് കൈപിടിച്ചു മുസ്ലിമാകണം. ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങള്. ആയിഷ പറഞ്ഞു, എനിക്ക് മുസ്ലിമാകണം. ആ സമയത്ത് ആയിഷയോട് കൂട്ടുകാരൻ പറഞ്ഞു, നീ എന്ത് ഭാവിച്ചിട്ടാ 5 നേരം നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ആ സമയത്ത് ആയിഷ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് മനുഷ്യനാടോ? അല്ലാഹു ആരോഗ്യം തന്ന കാലം എത്രയും ഞാൻ ജീവിച്ചില്ലേ? ഒരു രോഗം പോലും ദൈവം എനിക്ക് തന്നില്ലല്ലോ. ആ പടച്ചവന് വേണ്ടി
കുറച്ച് സമയം മാറ്റിവെക്കാതിരുന്നാൽ ഞാൻ മനുഷ്യനാണോ? അതുകൊണ്ട് നിസ്കാരം എനിക്ക് പ്രശ്നമല്ല. ഇയാള് പറഞ്ഞു, എന്നാ സക്കാത്ത് കൊടുക്കണം പറ്റുമോ? കൊടുത്താൽ എന്താടാ? കാരണം അല്ലാഹു ഇത്രയും വലിയ സ്വത്ത് എനിക്ക് തന്നില്ലേ, അതിൽ നിന്ന് എല്ലാം കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. 2.5% പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പറയുന്നത് അത് വലിയ കാര്യമല്ലല്ലോ. അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആയിഷയെ പിന്തിരിപ്പിക്കുകയാണ്. ആ സമയത്ത് ആയിഷ ഓരോന്നിനെയും വെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആയിഷയോട് ഈ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, എടോ, നിനക്ക് പലിശ വാങ്ങാൻ പറ്റൂല. എന്തിനാ പാവപ്പെട്ടവന്റെ ചോരയും നീരും ഞാൻ ഊറ്റി കുടിക്കുന്നത്? നാളിതുവരെ എന്റെ സ്വത്തുക്കളെല്ലാം പലിശ വാങ്ങിയതായിരുന്നില്ലേ? അതുകൊണ്ട് ഞാനത് വെച്ച് കെട്ടിയടോ. പിന്നെ പറഞ്ഞു, നിനക്ക് വ്യഭിചരിക്കാൻ പറ്റൂല. അയാള് പറഞ്ഞു, വയസ്സിത്രയുമായി ഇനി എന്ത് വ്യഭിചാര? എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമല്ല. മൂന്നാമത് ആയിഷയോട് വിളിച്ചു പറഞ്ഞു, ആയിഷ, ആ മതത്തിൽ ചേർന്നാൽ കള്ള് കുടിക്കാൻ പറ്റൂല, നിനക്ക് മദ്യപിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് കേട്ടപ്പോൾ ആയിഷയ്ക്ക് പെട്ടെന്ന് ബോധോദയം വന്നു. ആയിഷയുടെ ദുർമനസ് മന്ത്രിച്ചു, തിരിക്കടാ ഒട്ടകത്തെ എന്ന് കട്ടിലിൽ കിടന്നിട്ട് ആയിഷ പറഞ്ഞു. ഒട്ടകം പെട്ടെന്ന് തിരിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് മരുഭൂമിയിൽ തലകുത്തി വീണിട്ട് പെടലി ഒടിഞ്ഞ് ചത്തുപോയി. സഹോദരങ്ങളെ, ആയിഷ എന്ന് പറയുന്ന വയോവൃദ്ധന് അല്ലാഹു ഹിദായത്തിന്റെ വഴി തെളിച്ച് കൊണ്ട് പകുതിയിലെത്തിയപ്പോൾ അതിൽ നിന്ന് ആയിഷയെ പിന്തിരിപ്പിച്ചത് മദ്യത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ആയിഷ നിസ്കാരം, നോമ്പ് എല്ലാം പിടിക്കാനും വീടാനും ചെയ്യാനും അദ്ദേഹം തയ്യാറാണ്. ഹറാമെല്ലാം ഒഴിവാക്കാൻ തയ്യാറാണ്. പക്ഷേ മദ്യമില്ലാത്ത ജീവിതം അചിന്തനീയമാ. ചിലരങ്ങനാണ്. ചിലർക്ക് ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കും. അല്ല നിഷിദ്ധമാക്കിയതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, അല്ല നിർബന്ധമാക്കിയത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, അല്ല പറയുന്നു, നിങ്ങളാണ് ലാലിമീങ്ങള്. ഇനി പരലോകത്ത് എന്താണ് നേരിടേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ കൂട്ടർക്ക് നാളെ പരലോകത്ത് നേരിടേണ്ടി വരുന്നത് മുഫസ്സിരീങ്ങൾ പറയുന്നത്, വഹും യുഹാസബൂന ഫീ തൂലിൽ ഹശ്രി. നാളെ പരലോകത്ത് ഭീകരമായ കൊല്ലങ്ങളോളം നീ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. ആ സമയത്ത് നിനക്ക് വല്ലാത്ത ദുഃഖവും പ്രയാസവും നേരിടേണ്ടി വരും. നീ അവിടെ നിന്ന് പറയും, നരകത്തിലേക്കായാലും വേണ്ടില്ല തമ്പുരാനെ, ഞങ്ങളെ വന്ന് ഇവിടെ നിന്ന് മാറ്റണേ എന്ന് നിലവിളിച്ചവിടെ സങ്കടപ്പെടേണ്ടി വരും. അവസാനം നിന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ നീ പറയുന്ന വാക്ക് സൂറത്തുൽ ഫാത്തിറിൽ തന്നെ അല്ല പറഞ്ഞു, ഫഹും യഖൂലൂൻ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫളിലിഹി ലാ യമസ്സുനാ ഫീഹാ ലുസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. അവസാനം പിന്നെ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗത്തിലെ നിന്നെ അല്ലാഹു പ്രവേശിപ്പിക്കുമ്പോ നീ അവിടെ കിടന്ന് പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ അഹല്ലനാ ദാറൽ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹുവേ നീ എന്നെ ഇവിടെ പ്രവേശിപ്പിച്ചല്ലോ, എന്റെ ദുഃഖങ്ങളൊക്കെ മാറിയല്ലോ, നിനക്ക് സർവസ്തുതി. അല്ലാഹ് അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, റബ്ബേ എന്നെ ഇവിടെ താമസിപ്പിച്ച നിനക്കാണ് സർവസ്തോത്രം തമ്പുരാനെ. എന്നെങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റും, പക്ഷെ അതുവരെ അനുഭവിക്കണ്ടേ? അതുവരെ അനുഭവിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ആലോചിച്ചൊക്കെ. വേറെ ഒന്നും വേണ്ട. നഖം വെട്ടുമ്പോൾ അല്പം ഒന്ന് കയറിപ്പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതുപോലെ സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ ഈ സമയത്ത് ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആലോചിച്ച് നോക്കിയേ. അള്ളാന്റെ പരലോകത്ത് വിചാരണ തടവുകാരനായി കഴിയുമ്പോൾ നമ്മൾ പറയുമെന്ന്, ഇമ്മ ഇലന്നാറ്, നരകമെങ്കിൽ നരകം, അല്ല അവിടേക്കെങ്കിലും ഒന്ന് പറഞ്ഞു വിട്, ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്നൊരു രംഗം ആലോചിച്ച് നോക്കിയേ.
ആ ഒരു അവസ്ഥയിൽ അല്ലാഹു തആല ഈ വിഭാഗത്തെ തൂലുൽ ഹശ്റിൽ ഹിസാബ് ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിടിച്ചു നിൽക്കാൻ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ല പറഞ്ഞത് അങ്ങോട്ട് ചെയ്യുക, അല്ല ചെയ്യരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കുക. എത്ര സിമ്പിളാണ് ഇസ്ലാം, എത്ര സിമ്പിളാണ്. ആലോചിച്ച് നോക്കിയേ. ഒന്നും നമുക്ക് കഴിയാത്തതൊന്നും അല്ല പറഞ്ഞില്ല. അല്ല എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നും അല്ല പറഞ്ഞില്ല. പടച്ചോനെ എനിക്ക് നിസ്കരിക്കാനൊന്ന് തീരെ വയ്യ, വേണ്ട നിസ്കരിക്കണ്ട. നീ ആരോഗ്യമുള്ളപ്പോൾ നിസ്കരിച്ചില്ലേ? അതെ. നിനക്കൊന്ന് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഒട്ടും പറ്റില്ല എന്നാൽ കിടക്കും മോനെ, അതും പറ്റുന്നില്ല. എന്നാൽ നീ കണ്ണുകൊണ്ട് നിസ്കരിക്കുക, അതിനും പറ്റുന്നില്ല. ശരി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ കടമ്പകൾ, നിസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അത് മതി. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ആരോഗ്യമുണ്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊരു യാത്ര പോകണം, ട്രെയിനല്ലേ. അള്ള പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ ഈ നാട് വിട്ടു പോകുമ്പോൾ ഏതെങ്കിലും പള്ളി കയറി ആ രണ്ടും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് പൊയ്ക്കോ. എന്നാലോചിച്ച് നോക്കിയ ഒരു ഫാത്തിഹയിൽ നാട്ടിൽ നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഒരു റക്അത്തിലെ ഒരു ഫാത്തിഹയിൽ ഒരക്ഷരമൊന്ന് മാറിപ്പോയ നിസ്കാരം ശരിയല്ല. അള്ളാഹു പറയുന്നു നീ 2 റക്അത്ത് അങ്ങ് വിട്ടേക്ക്. ഒരു ഫാത്തിഹ വിടാനല്ല പറഞ്ഞത്, 2 റക്അത്ത് അങ്ങ് വിട്ടേക്ക്, 2 മതി. പടച്ചോനെ, എന്നാൽ പോലും എനിക്ക് അത്രയും ബുദ്ധിമുട്ടി ഞാൻ അവിടെ പോയി യാത്ര ചെയ്ത് വരുമ്പോൾ എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല. നീ പിടിക്കണ്ട, നീ പിന്നീട് പിടിച്ച് വിടിയാൽ മതി. യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല. ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ആനുകൂല്യം അള്ളാഹു ഇസ്ലാമിൽ നമുക്ക് തന്നിരിക്കുന്നു, എന്തെല്ലാം ആനുകൂല്യങ്ങൾ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു. ഇത്രയും സിമ്പിളായ ഒരു മതം പരിശുദ്ധ ഇസ്ലാം അല്ലാതെ വേറെന്താ? നമ്മൾ ആവശ്യമില്ലാതെ. ഇടയ്ക്കിപ്പോൾ ആളുകളോട് പറഞ്ഞു, ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. ആലോചിച്ച് നോക്കണേ, ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. അയാൾ ചോദിച്ചു, എന്താണ് ഞാൻ മുസ്ലിമായ, എന്തൊക്കെയാണ് മുസ്ലിമായുള്ള കാര്യങ്ങൾ? ഇയാൾ പാവത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒരു 3:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. തഹജ്ജുദ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ദുആ ഓതാണ്ട്. ആദ്യമായിട്ടാണ് ഈ ദുആ കേൾക്കുന്നത്. അയാൾ ഇത് പറയാൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിട്ട് ഇടത് കാല് വെച്ച് അല്ലാഹുമ്മ ബിസ്മിക ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറഞ്ഞ് ഇടത്തെ കാല് വെച്ചിട്ട് അകത്ത് കയറണം. കയറി ഇരുന്നിട്ട് അത് ഇടതുവശം ചരിഞ്ഞിരിക്കണം. എന്നിട്ട് ദീർഘനേരം ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇടത് കൈ കൊണ്ട് ശൗചം ചെയ്യണം. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് വേണം ഇറങ്ങാൻ. ഇറങ്ങിയിട്ട് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അദാബ അഫാനി എന്ന് പറയണം. എന്നിട്ട് അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന് പറയണം. എന്നിട്ട് നീ പെട്ടെന്ന് തന്നെ സുബഹീന്റെ മുമ്പുള്ള കാര്യം പറയാം, തഹജ്ജുദിന് നീ പെട്ടെന്ന് തന്നെ ഒരു മുസല്ല വിരിക്കണം. അത് കിബിലയ്ക്ക് നേരെ തന്നെ ആകണം, വലത്തോട്ട് ഇടത്തോട്ടൊന്നും ചരിയാൻ പാടില്ല. നീ നിസ്കരിക്കുന്ന ആ മുസല്ലയുടെ 3 മുഴം മുമ്പിൽ ഒരു മറ ഉണ്ടാകണം. 1 മുഴത്തിൽ 3-2 പൊക്കം ഉണ്ടാവണം. എന്നിട്ട് വേറെ ഒരു ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പാടില്ല. നീ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടിയിട്ട് നേരെ നിന്നിട്ട് നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കുമ്പോൾ കൃത്യമായി തെറ്റിപ്പോവാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ് ഉച്ച വരെ ആയി. രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്. ഉച്ച വരെ ആയപ്പോഴും സുബഹിയിൽ കയറിയിട്ടില്ല. ഇവൻ പറഞ്ഞു, തൽക്കാലം ഇപ്പം ഞാൻ മുസ്ലിം ആവുന്നില്ല, സമയമൊക്കെ ഉള്ളപ്പോൾ വരാം. എന്തിനാണ് ഈ ഇടങ്ങേറുണ്ടാക്കാൻ പോണ അയാളുടെ അടുത്ത്? നീ ആദ്യം കലിമ പറ, ബാക്കിയൊക്കെ അത് സംഭവം നടന്നോളും, പതുക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവന് ഹിദായത്തും കിട്ടി, അള്ളാഹു അവനെ മുസ്ലിമാക്കി, അവൻ പതുക്കെ പഠിച്ച് നന്നായിട്ട് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിച്ചേനെ. ഇതെല്ലാം കൂടെ എടുത്തോട്ട് തലയിലങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പോയ പാവം പറയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയത് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ. 12 മണിയായപ്പോഴും തഹജ്ജുദിൽ ഇങ്ങനെ ഉള്ളൂ, അപ്പോഴും സുബഹിയിലായിട്ടില്ല. ഇനി എത്ര കിടക്കുന്നു? ഇഷ്റാഖ്, ലോഹറിന് മുമ്പുള്ള റവാത്തിബ്, ശേഷമുള്ളത് ലോഹർ, അസറിന് മുമ്പുള്ളത് അസർ, മഗ്രിബിന് മുമ്പുള്ളത്, മഗ്രിബിന് ശേഷമുള്ളത്, പിന്നെ ഇഷാക്ക്, ഇതിനിടയിലുള്ള അവ്വാബീന്, ഇഷ, വിത്തർ, അതുപോലെ തന്നെ കിടക്കാൻ നേരത്തെ ദുആ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ യോം വിചാരിച്ചു ഞാൻ മുസ്ലിമായിട്ട് സ്വർഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷ വേണ്ട. കാരണം എൻ്റെ പേര് പറയാൻ പോലും നാക്കിരിയാത്ത ഞാൻ എങ്ങനെ ഈ ദുആയൊക്കെ പഠിക്കും എന്നൊക്കെ ആലോചിച്ച് പാവപ്പെട്ട അവിടെ തന്നെ അങ്ങ് നിന്നു. എന്തിനാണ് ഈ പൊല്ലാപ്പിന് നമ്മൾ പോകുന്നത്? മര്യാദയ്ക്ക് നമ്മൾ ദഅവത്ത് ചെയ്ത് കൊടുക്കുക, സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചില ആളുകളുടെ ഹജ്ജിൻ്റെ പഠന ക്ലാസ് കണ്ട അവർ കൊടുത്ത പൈസയും പാസ്പോർട്ടും മറ്റോടെ തിരിച്ചു പോകും. പേടിയാണ് അവർക്ക്, പേടിപ്പിക്കുകയാണ്. നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഒരാട് പോവും. അത് ഒരാടെങ്ങനെ അവിടുത്തെ റിയാലിൽ ഇത്ര, അത് നാട്ടിൽ എവിടെ എത്ര എന്നൊക്കെ പറയുമ്പോഴേ ഒന്നാമത് ആ ഉസ്താദൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇയാൾ ഹജ്ജിന് തന്നെ പോണത്.
അറഫയിൽ ദുൽഹജ്ജ് 8 പോയ പിന്നെ മിനായിൽ നിന്നിട്ട് പിന്നെ ദുൽഹജ്ജ് 9 അറഫയിലും പോയി നിന്ന് ദുൽഹജ്ജ് 10 അന്ന് പിന്നെന്താണ് പിന്നെ അറത്തും കൊടുത്ത് 11, 12 പിന്നെ അന്ന് രാത്രിയിൽ മുസ്ദലിഫയിൽ രാവാർത്ത് 3 ദിവസം മിനയിൽ തമ്പിൽ താമസിച്ചിട്ട് കല്ലേറ് ചെയ്ത് നടത്തി പിന്നെ തലമുണ്ടനം ചെയ്ത് തഹല്ലുലായി വന്ന് ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത് സഈൻ ചെയ്ത് റാഹത്തായിട്ട് വരണം. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അപ്പോഴും നമുക്ക് റാഹത്തായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്ത ഹാജിക്ക് ബോധ്യമായി. ഇതിവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ, ചെരുപ്പ് ധരിക്കുന്നത് മുതൽ, വണ്ടിയിൽ കയറുന്നത് മുതൽ, അവിടെ തുടങ്ങുന്ന ദിക്റ്, ഇതെല്ലാം പറഞ്ഞു പോകും. ആദ്യത്തത് മറന്നാ വരുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരലോകത്ത് നമ്മൾ നാളെ നിർത്തപ്പെടുകയും ആ നിർത്തപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു തരുന്ന പണിഷ്മെന്റ് തൂലുൽ ഹശ്റിലെ അള്ളാഹു തആല ഹിസാബ് അങ്ങോട്ട് നടപ്പിലാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള മതമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മതമാണ് ഇത്. നമുക്ക് ചെയ്യാം. അള്ള നിർബന്ധമാക്കിയതൊക്കെ അങ്ങോട്ട് പഠിച്ചിട്ട് ചെയ്യുക. അള്ള ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. 50 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കി അള്ളാഹു താല ഷട്ടിച്ചുകൊണ്ട് അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂർ 50 വഖത്താണെങ്കിൽ ഓരോ 40 മിനിറ്റിനിടയിൽ നിസ്കാരം ഇല്ലേ? ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറാകാൻ പോകുന്നു. ഇതിനിടയിൽ 3 പ്രാവശ്യം ബാങ്ക് വിളിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാരവാഹികൾ ചിന്തിച്ച് നോക്കിയാൽ മോദീനെ പള്ളിയിൽ ഉസ്താദിന് എത്ര ശമ്പളം കൊടുക്കേണ്ടി വരും? 5 വഖത്തിന് ഇപ്പോൾ കൊടുക്കണം 10,000 രൂപ. അങ്ങനെയാണെങ്കിൽ 50 വഖത്തിന് എത്ര കൊടുക്കണം? നമുക്ക് വഴല് പറയാൻ പറ്റുമോ? കല്യാണം നടത്താൻ പറ്റുമോ? യാത്ര പറ്റുമോ? എന്തോ ഒരു ദുരിതമായിരുന്നേനെ. അപ്പോൾ അള്ളാഹു താല 5 ആക്കി ചുരുക്കി തന്നു. അപ്പോഴും ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് ആദ്യം അബദ്ധം പറ്റിയതാണ്, 50 പറഞ്ഞു. പിന്നീട് നമ്മൾ ഈ കച്ചവടക്കാർ ബ്രോക്കർമാർ പറയും പോലെ 5 ആക്കി. അല്ല, 50 നിങ്ങൾക്കാക്കി തന്നത് എൻ്റെ കരുണ കൊണ്ട് നിങ്ങൾക്ക് 5 ആക്കി തരികയാണെന്ന് അള്ളാഹു താല ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അല്ല, അള്ളാഹ്ക്ക് തെറ്റുപറ്റിയതല്ല. നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണത്. അതുകൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് ഒരുപാട് വർഷങ്ങളോളം, ഒരുപാട് വർഷമെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഒരു ദിവസം, അവിടത്തെ ഒരു ദിവസം, ഇവിടത്തെ 50,000 വർഷമാണത്രേ. അവിടത്തെ ഒരു ദിവസം, ഇവിടത്തെ 50,000 വർഷമാണത്രേ. ആ നിലയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് നമ്മൾ നിൽക്കേണ്ടി വരുന്നതാണ്. അല്ല നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം ആലിമീങ്ങളാണ്. അവരുടെ അടയാളം പറഞ്ഞു. ഹറാം ചെയ്യുന്നവരാണ്, എല്ലാം ചെയ്യണമെന്നില്ല, ചിലതായാലും മതി. ഫർളായത് ഉപേക്ഷിക്കുന്നവരാണ്, എല്ലാം ഉപേക്ഷിക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാലും മതി. അവന്റെ പേര് ലാലിമെന്നാണ്. അവന് മഹിഷറയിൽ ധാരാളം കൊല്ലം നിൽക്കേണ്ടി വരുന്നവനാണ്. അവസാനം അല്ലാഹുവിനെ സ്വർഗത്തിൽ കടത്തുന്നവനാണ്. അവന് ഖുർആന്റെ അവകാശിയാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ല പറയുന്നു, മിൻഹും മുഖ്തസിദ്, മധ്യ നിലവാരമുള്ളവരാണ്, ഒരു മധ്യവർത്തിയുള്ളവരാണ്, മിഡിൽ ലെവലിലുള്ളവരാണ്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? ഒരുപക്ഷെ ഇതിലിരിക്കുന്ന സിംഹഭാഗവും ആ വിഭാഗത്തിൽ പെട്ടവരാകാം. എന്താണ് അവരുടെ അടയാളം എന്നറിയോ? ഇതിലെങ്കിലും ആകാൻ നമ്മൾ ശ്രമിക്കണേ സഹോദരങ്ങളെ. അവരുടെ അടയാളം അൽ മുഅദ്ദീലിൽ വാജിബാത്ത് അത്താരിഖിൽ മുഹറമാ. അവരെ ഹറാമ് സമ്പൂർണമായി ഒഴിവാക്കുന്നവരാ, സമ്പൂർണമായി ഹറാം ഒഴിവാക്കുന്നവരാ. ഫർള് എല്ലാം കൃത്യമായി പിടിച്ചു വീടുന്നവരാ. ഒരു ഫർള് പോലും അവർ ഉപേക്ഷിക്കൂല, ഒരു ഹറാമ് പോലും അവർ ചെയ്യൂല. പക്ഷേ വഖദിയതുറുൽ മുസ്തഹബ്ബാതി വയഫഅലു ബഅദൽ മക്റൂഹാ. സുന്നത്ത് പലതും അവർ ഉപേക്ഷിക്കാറുണ്ട്. അല്ല കറാഹത്താക്കിയത് പലരും അവർ ചെയ്യാറുമുണ്ട്. അവരാണ് മുഖത്തസ്രീങ്ങള്, അവരാണ് മധ്യവർത്തികള്, അവരാണ് മിഡിൽ ലെവലിലുള്ളവര്. സഹോദരങ്ങളെ, അടയാളം എന്താണ്? ഫർളൊന്നും അവർ വിടൂല, ഫർളായതൊന്നും അവർ ഉപേക്ഷിക്കൂല. പക്ഷേ സുന്നത്ത് അവർ ചെയ്യാറില്ല. സുന്നത്ത് അവര് കളയും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും അത് സുന്നത്തല്ലേ ഉള്ളൂ, അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറയും. അതാണ്. ഹറാമൊന്നും അവർ ചെയ്യില്ല, പക്ഷെ കറാഹത്ത് അവർ കൃത്യമായിട്ട് ചെയ്തിരിക്കും. മനഃപൂർവ്വമല്ല, മനഃപൂർവ്വമാകണമെന്നില്ല. കറാഹത്ത് അവർ ശ്രദ്ധിക്കില്ല. എന്താ കറാഹത്ത്? എൻ്റെ അഭിവന്ദനായ ഷെയ്ഖ് ബഹുമാനപ്പെട്ട
മമ്മിക്കുട്ടി ഹളറത്ത് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, തെന്നിന്ത്യയിലെ ആശിഖുർ റസൂലാണ്. മഹാനവറുകൾ ഒരിക്കൽ മന്നാനിയയിൽ ഒരു ദിവസം ബുഖാരി ഹാളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ഷെയ്ഖിന്റെ മുരീദാകണമെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം 12 വർഷത്തോളം ചെറുതും വലുതുമായ സകല പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണം മുരീദാകണമെങ്കിൽ. ഷെയ്ഖല്ല, മുരീദ്. ഒരു ഷെയ്ഖാകണമെങ്കിലല്ല, ഷെയ്ഖിന്റെ മുരീദാകണമെങ്കിലുള്ള ക്വാളിറ്റി 12 വർഷം ചെറിയ പാപം പോലും ചെയ്യാൻ പാടില്ല. എന്തായി ചെറിയ പാപം? മുന്നോട്ട് തുപ്പല് ചെറിയ പാപമാണ്, വലത്തോട്ട് തുപ്പല് ചെറിയ പാപമാണ്, ഇടതുഭാഗത്തേക്ക് തുപ്പണം, പിറകു ഭാഗത്തേക്ക് തുപ്പണം, വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് തിന്നണം. ഇതൊക്കെ സുന്നത്താൻ, ഇതൊക്കെ ഉപേക്ഷിക്കൽ കറാഹത്താൻ. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് സഹോദരങ്ങളെ, ഇപ്പോഴും ഉണ്ട്.